ഇനി അങ്ങോട്ട് ടെക്നോളജിന്റെ കാലമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ഒരു 10 വർഷം മുന്നേ ബാക്കിലോട്ടും സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് നമുക്കറിയാൻ പറ്റും. നേരിട്ട് കാണാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയും ഇവിടെ ഇരുന്നു നേരിട്ട് കണ്ട് സംസാരിക്കാനും ഗൂഗിൾ മീറ്റ്, സൂം മീറ്റ് പോലുള്ള പുതിയ ടെക്നോളജി വന്നു. പിന്നെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വേഗതയിൽ. കാരണം ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര വേഗതയിൽ ഓടുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നമ്മൾ 100% ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണം. അതൊരു എഡ്യൂക്കേഷൻ മേഖലയിൽ മാത്രമല്ല, ഏത് മേഖലയിലും. മെഡിടെക് ഉണ്ട്, മെഡിക്കൽ റിലേറ്റഡ് ടെക്നോളജി ഉണ്ട്, അഗ്രിടെക് ഉണ്ട്, ഫുഡ് ടെക് ഉണ്ട്. ഏതൊരു മേഖലയിലും ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ ടെക്നോളജി ശരിക്കും വന്നത് അഡോപ്റ്റ് ചെയ്ത ആളുകൾ ശരിക്ക് 2020 പോസ്റ്റ് കോവിഡ് മുന്നേ ആളുകൾ ഇത് അഡോപ്റ്റ് ചെയ്തിരുന്നില്ല. ടെക്നോളജി ഉണ്ടായിരുന്നു, പക്ഷെ ആ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഈവൻ UPIയുടെ ഏറ്റവും വലിയ വളർച്ച വന്നത് പോസ്റ്റ് കോവിഡ് ആണ്. പ്രായമുള്ളവർ പോലും നമ്മൾ ഓൺലൈനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഗൂഗിൾ പേ ചെയ്യുന്നതും ഫോൺ പേ ചെയ്യുന്നതും PayTM ചെയ്യുന്നതൊക്കെ പോസ്റ്റ് കോവിഡ്. അതുവരെ ആൾ ഉപയോഗിച്ചിരുന്നില്ല. ഓൺലൈൻ എഡ്യൂക്കേഷൻ വന്നത്, ഓൺലൈനിലുള്ള ഫുഡ് ഡെലിവറി കൂടിയത്, വാഹനങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ തുടങ്ങിയത്, വരുന്ന ഒരു 20-25 വർഷം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ടെക്നോളജി ശരിക്കും ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ 20-25% ആയിട്ടുള്ളൂ. ഇനിയും പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള മഹാരാജ്യത്ത് ഈ ടെക്നോളജി അടുത്ത 20 വർഷം കൊണ്ട് വരുമ്പോൾ ഒരുപക്ഷെ അടുത്ത 20 വർഷം കഴിഞ്ഞാൽ ഇന്ത്യ ലോകത്തിൽ ഏറ്റവും വലിയ ടെക്നോളജി ഉപയോഗിക്കുന്ന രാജ്യങ്ങളൊന്നായി മാറുന്നതാണ്.